കോഴിക്കോട് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടുവളപ്പിലെ മതിലിൽ ഇടിച്ച് അപകടം. കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപം ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാനൽ 2 എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു സ്ത്രീ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സൂര്യ സുജി ചേരുന്നു. സൂര്യ, വളരെ ഗുരുതരമായ അപകടം. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് ഈ അപകടം നടന്നത്. കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപം ഈ സ്വകാര്യ ബസ് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ മതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുപോലെ ഈ ബസിന്റെ ഫ്രണ്ട് ഭാഗവും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 3 ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഒരു സ്ത്രീക്കാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റു നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആ പരിക്കുകൾ സാരമായ പരിക്കുകളാണ്. ഈ ബസ് കോഴിക്കോടാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടുവളപ്പിലെ മതിലിൽ ഇടിച്ചത്. കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപം ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാനൽ 2 എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു സ്ത്രീ അടക്കം 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ ഞെട്ടിക്കുന്ന ആ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ബസ് നേരെ ചെന്ന് വീടിന്റെ മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു. കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാനൽ 2 എന്ന ബസ്സാണ് ഇപ്പോൾ ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഒരു സ്ത്രീ അടക്കം 3 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു.